പണം എന്ന് പറയുന്നത് ഒരു ആർഭാടമൊന്നുമല്ല, ഒരു സ്വാതന്ത്ര്യമാണ്, ഒരു ആശ്വാസമാണ്. അപ്പോൾ നമുക്കതുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നീട് ചെയ്ത് ജീവിക്കാനുള്ള സാഹചര്യമുണ്ട്. അല്ലാത്തവർക്ക് സംഭവിക്കുന്നത് നമ്മളപ്പോഴും പ്രഷറിലും ടെൻഷനിലും അപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ജോലി പോയാൽ നമുക്ക് ടെൻഷനാണ്, EMIs എല്ലാം അപ്പോഴും ബാക്കിയാണ് എന്നുള്ളൊരു പ്രതിസന്ധി അപ്പോഴും ഉണ്ട്, ഒരു പ്ലാൻ ചെയ്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലെങ്കിൽ. അപ്പോൾ നമുക്ക് നമ്മളുടെ ശമ്പളത്തിൻ്റെ ഒരു 15% നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരുപാട് സാധ്യതകൾ നമ്മുടെ മുന്നിലുണ്ട്. നമ്മളിപ്പോൾ സാധാരണ കണ്ടുവരുന്ന ഒരു ജീവിത ശൈലി കേരളത്തിൽ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഒരു കുട്ടിക്ക് ജോലി കിട്ടുന്നു, കിട്ടിയാൽ ഉടനെ തന്നെ ആദ്യം തന്നെ വരുന്നത് ഒരു LIC ഏജൻറ്റാണ്. ഇത് തെറ്റാണെന്നല്ല കേട്ടോ, അതും ഒരു മീൻസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റാണ്. അതൊരു LIC എടുക്കുന്നു, അതൊരു അടവായിട്ട് പോകുന്നു. പിന്നെ നമ്മൾ കല്യാണം കഴിക്കണമെങ്കിൽ ഇവനൊരു വീട് വേണം, അപ്പോൾ ഒരു EMI എടുത്തൊരു വീട് വാങ്ങിക്കുന്നു. പിന്നെ ഇവനൊരു കാർ വേണം, അപ്പോൾ ഒരു കാർ വാങ്ങിക്കുന്നു, അത് ലോണിൽ വാങ്ങിക്കുന്നു. അപ്പോൾ പിന്നെ ജീവിതകാലം മുഴുവൻ ഈ ലോൺ അടച്ച് തീർക്കാൻ വേണ്ടി നമ്മൾ ജീവിക്കുന്നു. അപ്പോൾ അതിൻ്റെ പുറത്തൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർലി ചെയ്യാനുള്ള സാഹചര്യം അവിടെ ഉണ്ടാവുന്നില്ല. സോ ഐ തിങ്ക് വി നീഡ് ടു പ്രയോറിറ്റൈസ്. അതിനെക്കുറിച്ച് മറ്റൊരു അവസരത്തിൽ സംസാരിക്കാം. ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സാധ്യതകൾ നമ്മുടെ മുന്നിൽ ഒരുപാടുണ്ട്.